കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതൊരു ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ ട്രാവൽ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ ഗേൾസ് ഓൺലി ട്രിപ്പായിട്ട് ബാംഗ്ലൂർക്ക് പോവുകയാണ്. ബാംഗ്ലൂർക്ക് ഇപ്പോൾ വെറുതെ കറങ്ങാൻ പോവുകയല്ല, അവിടെ അശ്വതിയുടെ വീടുണ്ട്. എൻ്റെ മുന്നത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും, അശ്വതി. അവരുടെ സിസ്റ്റേഴ്സാണ്. അതിൽ അശ്വതി ബാംഗ്ലൂർക്ക് ഷിഫ്റ്റായി, അവളും ഹസ്ബൻഡും അവിടെയാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു ട്രിപ്പ് എന്നുള്ള ഇതിലല്ല, ഞങ്ങൾ ജസ്റ്റ് ബാംഗ്ലൂരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം എന്നുള്ളൊരിതിലാണ് പോകുന്നത്. ഉമ്മച്ചേച്ചി ഉണ്ട് കൂടെ. ഞങ്ങൾ പിന്നെ ട്രെയിനിലൊക്കെ കയറി. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ട്രെയിൻ. പിന്നെ രാത്രിയാണ് ട്രെയിൻ കയറിയത്. മോർണിംഗ് തന്നെ ബാംഗ്ലൂർ എത്തും. ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി, സീറ്റെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാംഗ്ലൂർ ചെന്നിട്ട് കാണാം. ബൈ. ഞങ്ങളങ്ങനെ ഓൾമോസ്റ്റ് എത്താറായി കേട്ടോ. പക്ഷേ ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു, അതുകൊണ്ട് എഴുന്നേറ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. പിന്നെ ബനസ്വാടി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. യശ്വന്ത്പൂർ വരെയാണ് ലാസ്റ്റ് സ്റ്റേഷൻ ഇത് ട്രെയിനിൻ്റെ. ബട്ട് നമ്മൾ അതിന് തൊട്ട് മുൻപുള്ള ബനസ്വാടി എന്നുള്ള സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് പോകാനാണ് കുറച്ചുകൂടി എളുപ്പം അശ്വതിയുടെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വേഗം തന്നെ ഊബറൊക്കെ ബുക്ക് ചെയ്തു. ഓൾമോസ്റ്റ് ബാംഗ്ലൂർക്കുള്ള എല്ലാ ആൾക്കാരും ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിരുന്നു കേട്ടോ. കുറച്ച് പേരെ യശ്വന്ത്പൂരിലേക്ക് പോകാനുണ്ടായിരുന്നുള്ളൂ ട്രെയിനിൽ. അങ്ങനെ ഞങ്ങളൊരു ഊബർ ഓട്ടോ ഒക്കെ വിളിച്ചു. അങ്ങനെ അശ്വതിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ലൈവായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് അവളുടെ വീട്. അധികം ദൂരം ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ ഇവിടെ ഇങ്ങനെ ഒരു താഴെയാണ്, അപ്പാർട്ട്മെൻറ്റിൽ താഴെയാണ് അവർ താമസിക്കുന്നത് കേട്ടോ. മുകളിൽ അവരുടെ ഓണേഴ്സും ആൾക്കാരൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഇനി വേഗം പോയി ഫ്രഷൊക്കെ ആവട്ടെ. ഞങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ ബാക്കിലുള്ളവരെല്ലാവരും ഭയങ്കര ചിരിയാണ്, അത് മൈൻഡ് ചെയ്യണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇപ്പോൾ സമയം ഓൾറെഡി 11 മണിയായി അല്ലേ? 11 മണിയായില്ലേ? പറയൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇപ്പോൾ ഏകദേശം 11 മണിയോളായി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അശ്വതിയുടെ വീടിൻ്റെ 2 വീട് അപ്പുറത്ത് തന്നെയാണ് അയോധ്യ വിഹാർ എന്നുള്ള ഈ റെസ്റ്റോറൻറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സമയം അത്ര ആയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല തിരക്കായിരുന്നു. എല്ലാവരും പൊടി മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ചായ, അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പുറത്തേക്കുള്ള നല്ല കട്ടിപ്പാലിൻ്റെ ചായ പ്രത്യേക ടേസ്റ്റ്. ഞാനവിടെ എൻ്റെ നെയിൽ പോളിഷ് കാണിക്കുകയാണ്. പ്ലേറ്റും നെയിൽ പോളിഷും ഒക്കെ സെയിം യെല്ലോ കളറാണെന്ന് പറഞ്ഞിട്ട്. മസാല ദോശയുടെ കൂടെ ഈ സാമ്പാർ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നെങ്കിലും ചട്നി സൂപ്പറായിരുന്നേ. ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇവിടുത്തെ ഡെക്കാത്തലോൺ വരെ ഒന്ന് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വെറുതെ നോക്കാം, എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ലഞ്ചും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും സ്ട്രീറ്റ്സിലൊക്കെ കറങ്ങാനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോവാം. ഈ കാണുന്ന ഡെക്കാത്തലോൺ അശ്വതിയുടെ വീട്ടിൽ നിന്ന് വളരെ വോക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇങ്ങനെ നടന്ന് ഇവിടേക്ക് എത്തിയതാണ്. ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ ഒരു 3 ഫ്ലോർസ് ആയിട്ട് കിടക്കുമായിരുന്നു. നമ്മളുടെ ഇവിടെയാണെങ്കിൽ ഡെക്കാത്തലോണിൻ്റെ ഷോറൂമുകളുള്ളത് വലിയൊരു ഭയങ്കര വാസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നതല്ലേ. അവിടെയാണെങ്കിൽ 3 നിലകളിലായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പ്രത്യേകിച്ച് ഓഫേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉമ്മച്ചേച്ചിക്ക് ഒരു നീ ക്യാപ്പും വാങ്ങണമായിരുന്നു. പിന്നെ എന്തെങ്കിലും ബാഗ്സും കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് വിചാരിച്ചു. ബട്ട് മിഷൻ ഫെയിൽഡ്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വേഗം തിരിച്ച് നടന്ന് വീട്ടിലേക്ക് പോയി. ഹലോ, അപ്പം ഞങ്ങൾ ഡെക്കാത്തലോണിലൊക്കെ പോയി വന്നു. ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും റെഡിയായി ബാഗൊക്കെ എടുത്ത് ഞങ്ങളിനി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിന് ഊബർ ബുക്ക് ചെയ്തു. ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കി നമുക്ക് പോയിട്ട് കാണാം.
ആക്ച്വലി അവൾ ഊബർ അല്ലായിരുന്നു, റാപ്പിഡോയിലാണ് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ കുറേ അങ്ങനത്തെ ബുക്കിംഗ് ആപ്സ് അവൈലബിൾ ആണ് നമുക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ റാപ്പിഡോ പോലെയുള്ള അങ്ങനത്തെ ആപ്പുകളിലാണ് ഊബറിനേക്കാൾ കുറച്ചുകൂടി ചീപ്പായിട്ട് ടാക്സിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. അവിടെ ഈ പറഞ്ഞ പോലെ ഉച്ച സമയമായതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ജസ്റ്റ് നടന്നു തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ കുറച്ചിങ്ങനെ കാലിലിടുന്ന ആംഗ്ലൈറ്റ്സൊക്കെയാണ് ഫസ്റ്റ് തന്നെ കണ്ടത്. ഞാൻ ആംഗിൾസിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. പക്ഷേ ഞങ്ങളുടെ അളവിന് ഒത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാലിലിടുന്നത്. പിന്നെ അഡ്ജസ്റ്റബിൾ അവിടെ ഉണ്ടായിരുന്നതും അല്ല, ഉണ്ടായിരുന്നത് ഫുൾ ഇങ്ങനത്തെ നമ്മൾക്ക് കോർത്തിടാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളുടെ അളവിൽ കിട്ടിയില്ല. ഒരു പേരക്ക, വലിയ സൈസുള്ള പേരക്ക, ഒരു പേരക്ക മുളക് പൊടി ഇട്ട് തരുന്നതിന് 100 രൂപ. വലുപ്പം അനുസരിച്ച് 100-ആകുമ്പോൾ ഒരു മീഡിയം സൈസ്. മീഡിയം മീൻസ് അത്യാവശ്യം വലുതാണ്. 120 ആകുമ്പോൾ കുറച്ചും കൂടി വലിയ പേരക്കട. കൊള്ളാം. മൈ ഗോഡ്. ഇതിന് ഫസ്റ്റ് 650 ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു 550-ക്ക് അത് കിട്ടി. അപ്പോൾ അതെടുത്തു. നല്ല രസം, ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോലാപ്പൂരി ഓൾറെഡി മോശമായി പോയിരുന്നു. അപ്പം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഇത് കിട്ടും. അപ്പോൾ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന സാധനമാണ്. ഇപ്പോൾ ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കൂടി വാങ്ങണം എന്നുണ്ട്. ഇവിടെ കുറേ മോഡൽസൊക്കെ ഉള്ളതുകൊണ്ട് ഒരെണ്ണം കൂടി ഇനി വേറെ കടയിൽ നോക്കാം. ഞങ്ങൾ വാങ്ങി 550-യുടെ സെയിം ചെരുപ്പ് തന്നെ മറ്റു കടകളിൽ 450-ക്കൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കുക. പെട്ടെന്ന് കാണുന്ന കടയിൽ നിന്ന് ഓടിച്ചാടി വാങ്ങാതിരിക്കുക കേട്ടോ. ഫസ്റ്റ് എടുത്ത പിങ്ക് അവിടെ പിങ്ക് നന്നായിട്ടുണ്ട്. ഇത് എടുത്തോട്ടോ എന്തായാലും. പിന്നെ ഞങ്ങളിത് എത്തിപ്പെട്ടത് ചെരുപ്പുകളുടെ ഒരു വണ്ടർ വേൾഡിലായിരുന്നു കേട്ടോ. അവിടെ നല്ല ഡിസ്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ മുന്നേ വാങ്ങിയതിനേലും ഡിസ്കൗണ്ട് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെയാണ് അവർ നമ്മളുടെ നാട്ടിലേക്ക് ചെരുപ്പ് ഷിപ്പ് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. ഇവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഫുഡ് വെയർസിൻ്റെ നല്ല ഡിസ്കൗണ്ടിലൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. ഇതുമല്ല, ഒരുപാട് കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഇവിടെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ. നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നതിനേക്കാൾ ഉപരി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഏത് ഉദ്ദേശിച്ചാലും അത് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ കാർഡ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റും. നന്നായിട്ടല്ലേ? കരിമ്പ് ജ്യൂസ് കുടിക്കുകയായിരുന്നു അവർ. എനിക്കാണെങ്കിൽ കരിമ്പ് ജ്യൂസ് തീരെ ഇഷ്ടമല്ലാത്തൊരു ജ്യൂസാണ്. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വായ ചീത്തയെ പോലെ തോന്നും. ഇതായതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതും വേറൊരു കളറും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാനും അശ്വതിയും 2 കളറായിട്ട് എടുത്തു. ഇങ്ങനെ ഒരു നല്ല ബാഗും കിട്ടി. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇറങ്ങി. ഇവിടെ ബി ബാഗ്സിൽ നല്ല ഡിസ്കൗണ്ടിലൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇവിടെ വരുമ്പോൾ ബി ബാഗ്സ് എന്നാണ് ഇവർ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്തിച്ച് തരുകയും ചെയ്യും. ഇൻസ്റ്റാഗ്രാം വഴി. യെസ്. ഓക്കെ ബൈ ഏട്ടാ. ബൈ. താങ്ക് യു. ഞങ്ങളപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾ നോക്കിക്കുക. ഇത്രയും സാധനങ്ങളായി വാങ്ങി കണ്ടോ. ഇനി ഇത് എങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല. പിന്നെ ഇത് മാത്രമല്ല, തിരിച്ച് ഞങ്ങളിനി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ ഇതൊക്കെ എവിടെ വെച്ച് ഭക്ഷണം കഴിക്കും? അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഇത് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്രയും കവറുകളുണ്ട്. കുറേ നമ്മുടെ നാട്ടിൽ കുറച്ച് റേറ്റ് കൂടുതലായിട്ടുള്ള സാധനങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടായിട്ട് കിട്ടും. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും കിട്ടും. നമ്മളെപ്പോഴും കാണുന്ന പാറ്റേൺസ് അല്ലാതെ കുറച്ച് വേറെ പാറ്റേൺസ് ഉള്ള ചെരുപ്പാണ്. എസ്പെഷ്യലി ചെരുപ്പുകൾ കോലാപ്പൂരി ടൈപ്പും അല്ലാതെ ഉള്ള നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ അത്യാവശ്യം ഡിസ്കൗണ്ടിലും കുറേ ബാഗുകളും ചെരുപ്പും ബാഗുമാണ് നിറയെ ഉള്ളത്. ഡ്രസ്സൊന്നും അത്ര ക്വാളിറ്റി ഉള്ള കളക്ഷൻസ് ഒന്നും തോന്നിയില്ല.
ഡ്രസ്സും ബാഗും നിറയെ ഉണ്ട്. സൂപ്പർ കളക്ഷൻസ് ഉണ്ട്. അതെന്തായാലും എല്ലാവരും ഇവിടെ വരുമ്പോൾ അത് വാങ്ങാൻ കണക്കാക്കിയിട്ട് തന്നെ വരിക. പിന്നെ ഇവിടെ എല്ലാവർക്കും മലയാളം അറിയാം. ഇവിടുത്തെ ആൾക്കാർക്കും അല്ലാതെ മലയാളികളായിട്ടുള്ള ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ കടകളിൽ ചെന്നിട്ട് അറിയാതെ മലയാളത്തിൽ അയ്യോ ഇവിടെ കൊള്ളില്ല, ഇവിടെ അത്ര കളക്ഷൻ ഇല്ല, നമ്മൾ അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾക്ക് ഒരുപാട് ചമ്മി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് നമ്മൾ എവിടെ ഏത് കടയിൽ ചെന്നാലും കുഴപ്പമില്ല അങ്ങനെ നിൽക്കണം. കാരണം പെട്ടെന്നായിരിക്കും അവർ എല്ലായിടത്തും ഇത് തന്നെ പർച്ചേസിന് പോകുമ്പോൾ മാത്രമല്ല എല്ലായിടത്തും അത് ശ്രദ്ധിക്കുക. എല്ലായിടത്തും മലയാളികളുണ്ട്. അഥവാ മലയാളികൾ അല്ലെങ്കിൽ കൂടി ഇവിടെയുള്ള കടയിലെ ആൾക്കാർക്കും വണ്ടിക്കാർക്കും ഒക്കെ മലയാളം നന്നായിട്ട് അറിയാം. നന്നായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. നല്ല കുറെ മലയാളികൾ വരുന്നോണ്ടാവും. ശ്രദ്ധിക്കുക. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നു. പക്ഷേ ഇവിടെ റൈസ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞു പോയി. കാരണം സമയം കുറച്ച് ലേറ്റായി. ലഞ്ച് ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ചപ്പാത്തി പറഞ്ഞു. ചപ്പാത്തി പിന്നെ കടായി ചിക്കൻ ഗ്രേവിയും പറഞ്ഞത്. റൈസ് ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. ബിരിയാണി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പം ചപ്പാത്തി കഴിക്കും. ലഞ്ച് കഴിക്കാൻ ആക്ച്വലി അവളുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് തൊട്ടടുത്തുള്ള എംപയർ എന്നുള്ള ഷോപ്പിലാണ് വന്നത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവിടെ നിന്ന് വേറൊരു ഓഫറും കിട്ടി. ബോബ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അത് അവിടെ കൊളാബ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു അവരുടെ സ്പെഷ്യലായിട്ടുള്ള 2-3 ബോബാസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പീനിയൻ ഒന്ന് പറയണം. അപ്പോൾ അവർക്കതൊന്ന് ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് ജസ്റ്റ് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ചോക്ലേറ്റ് ബോബയും പിന്നെ ഒരു ജാമുൻ ബോബയും ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പക്ഷേ ജാമുൻ തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് എക്സാക്റ്റ് ഒരു കൊക്കക്കോള, ഒരു പെപ്സി ആ ഒരു ടേസ്റ്റായിരുന്നു. ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സ്ട്രോബെറി കൂടി പറഞ്ഞു. അവർ ഒന്നുകൂടി കഴിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആക്ച്വലി കഴിക്കാനുള്ള വയറുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ച് ഓൾറെഡി ഫുള്ളായിരുന്നു. പിന്നെ ഒന്നാമത്തെ ഈ ടേസ്റ്റുകളെല്ലാം കൂടി വരുമ്പോൾ നമ്മൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്ട്രോബെറിയും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവരും. സ്ട്രോബെറിയും പിന്നെയും കൊള്ളായിരുന്നു. ചോക്ലേറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രോബെറി ഓക്കെ ആയിരുന്നു. ആ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഇന്ത്യ സ്വീറ്റ് ഹൗസിലാണ് പിന്നെ കയറിയത്. അവിടെ നിറയെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, നിറയെ വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആക്ച്വലി അത്ര മധുരം കഴിക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു. ഓൾറെഡി റെസ്റ്റോറൻറ്റിൽ നിന്ന് ബോബ കഴിച്ചിട്ട്, ബോബ ഫെസ്റ്റിൻ്റെ ബോബ ഡ്രിങ്ക്സ് ഒരുപാട് കഴിച്ചിട്ട് ഞങ്ങൾക്ക് അത്ര മധുരം കഴിക്കാൻ തോന്നിയിരുന്നില്ല. എന്നാൽ അവിടുത്തെ രസമലായി നല്ല ടേസ്റ്റാണെന്ന് അശ്വതി പറഞ്ഞു. അങ്ങനെ ഒരെണ്ണം വാങ്ങി ജസ്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം രസമലായി ഓർഡർ ചെയ്തു. രസമലായി കഴിച്ചിട്ടുള്ള ഉമ്മച്ചേച്ചിയുടെ റിയാക്ഷനാണ് കേട്ടോ ഇത്. ഞാനും ഉമ്മച്ചേച്ചിയും രസമലായി അങ്ങനെ കഴിക്കാത്ത ആൾക്കാരാണ്. ഞാൻ 1-2 തവണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സെയിം റിയാക്ഷൻ തന്നെയായിരുന്നു ഇവിടുന്ന് കഴിച്ചിട്ടും. കുഴപ്പമില്ലായിരുന്നു, ഒരു ഓക്കെ ടേസ്റ്റായിരുന്നു. എനിക്കങ്ങനെ ഒരു വാവ് എന്നുള്ളൊരു ഇതൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല. പിന്നെ അശ്വതിയുടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഈവനിങ് അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, അഭിലാഷ് ഏട്ടൻ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പുറത്ത് മോളിലൊക്കെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ രാവിലെ തൊട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കറങ്ങിയിട്ട് നൈറ്റ് സിറ്റിയൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഡേ 1 ഇവിടെ കഴിഞ്ഞു. ഇനി നാളത്തെ ഞങ്ങളുടെ കറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡേ 2 വീണ്ടും കാണാം അല്ലേ? ബൈ, ഗുഡ് നൈറ്റ്.